കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ പാം എസ്റ്റേറ്റിലുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമായി എന്നതാണ് പുതിയ വിവരം. എസ്റ്റേറ്റിനോട് ചേർന്ന വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലേക്കും തീ പടർന്നിരുന്നു. ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്ന് ജില്ലാ കളക്ടർ നേരത്തെ അറിയിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആദ്യം ഓയിൽ പാമിന്റെ എണ്ണപ്പനത്തോട്ടത്തിൽ തീ പടർന്നു. അതിനുശേഷമാണ് മാഞ്ചിയം പ്ലാന്റേഷനിലേക്കും തീ പടർന്നത്. ജനവാസ മേഖലയല്ല, തോട്ടം മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു വലിയ അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല. ചില ജീവനക്കാർക്ക് പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു. വൈകിട്ടുണ്ടായ തീപിടുത്തം അല്പം മുൻപ് നിയന്ത്രണ വിധേയമായി എന്നാണ് അവിടെ നിന്നുള്ള വിവരം. ജിബിൻ ജെ വിവരങ്ങളുമായിട്ട്. ജിബിൻ ഇപ്പോൾ ആ സ്ഥലത്തേക്ക് എത്തിയോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? രതീഷ്, ഞാനിപ്പോൾ ഈ കുളത്തുപുഴ കണ്ടൻചിറയിലുള്ള ഈ കാണുന്ന പ്ലാന്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 10 മണിക്കൂർ നീണ്ടു നിന്ന ആശങ്കയ്ക്കാണ് ഇപ്പോൾ ഒരു അവസാനം ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നാണ് ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും അറിയിച്ചിരിക്കുന്നത്. ഈ കണ്ടൻചിറയിലുള്ള ഈ ഓയിൽ ഫാമിൽ ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 1:30 മണിയോട് കൂടിയാണ് ഈ ചെറിയ തോതിൽ തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഈ രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഹെക്ടർ കണക്കിനുണ്ടായിരുന്ന ഈ ഒരു ഫാമാണ് ഏറെക്കുറെ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് ഏകദേശം ഒരു വൈകിട്ട് 4 മണിയോട് കൂടിയാണ്. 4 മണിയോട് കൂടിയാണ് ഇതിന് സമീപത്തുള്ള മാഞ്ചിയം പ്ലാന്റേഷനിലേക്ക് ഈ തീ പടർന്നത്. പക്ഷേ ആ ഒരു സമയത്താണ് തീ ഒട്ടും തന്നെ നിയന്ത്രിക്കാനാവാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് 3 ഫയർ എഞ്ചിൻ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത്. തുടർന്ന് 2 യൂണിറ്റ് ഫയർ എഞ്ചിൻ കൂടി ഇങ്ങോട്ടെത്തി. അങ്ങനെ ആകെ നെടുമങ്ങാട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഉൾപ്പെടെ ഫയർ എഞ്ചിനുകൾ ഇങ്ങോട്ടേക്ക് എത്തിയാണ് ഇപ്പോൾ ഈ ഏകദേശം ഈ ഒരു 9 മണിക്ക് ശേഷമാണ് ഈ ഒരു തീ ഏറെക്കുറെ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ആ ഒരു മാഞ്ചിയം പ്ലാന്റേഷന്റെ തൊട്ടപ്പുറത്ത് ആ ഒരു കിലോമീറ്ററുകൾക്ക് ഉള്ളിൽ തന്നെയാണ് അവിടെ വലിയൊരു ജനവാസ മേഖലയിലുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ തീ പടരുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ആ ഒരു ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. എന്തായിരുന്നാലും അവിടെയുള്ള തീയൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാണുന്ന ഭാഗത്ത് ഇപ്പോഴും ചെറിയ തോതിലൊക്കെ തന്നെ കനലുകൾ ഉണ്ട്. അപ്പോൾ അതിന് രാത്രിയോട് കൂടി വീണ്ടും തീയായി പടരുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ പ്രദേശവാസിയുണ്ട്. ഈ തീ പടരുന്ന സമയത്തും ഈ രക്ഷാപ്രവർത്തനത്തിനും ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയൊക്കെ ആദ്യം ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ചേട്ടാ, ഇതെങ്ങനെയാണ്, എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? 1:30 മണിക്കായിരുന്നു സംഭവം നടന്നപ്പോഴത്തേക്കിന് ഇവിടുന്ന് ആൾക്കാരെല്ലാം കൂടി കൂടി വന്ന്. അപ്പം ഫയർഫോഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ യഥാർത്ഥത്തിൽ ഫയർഫോഴ്സ് യൂണിറ്റ് നമുക്ക് ഇവിടെ ഇല്ല. കുളത്തൂപ്പുഴ മേഖലയിൽ ഒന്നീ കടയ്ക്കെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പുനലൂരെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു താമസം ഉണ്ട്. പക്ഷേ ഫയർഫോഴ്സുകാർ കഷ്ടപ്പെട്ടു പോയി. ഇത് ഈ ലൈൻ നമുക്ക് വലിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതിന് അപ്പുറമാണ് ഇതിൻ്റെ ലൈൻ വലിച്ചുകൊണ്ട് പോകുന്നത്. കഷ്ടപ്പെട്ട് അവരെയൊക്കെ ജീവിതം വളരെ ദയനീയാവസ്ഥയായിരുന്നു ഇന്നത്തെ ദിവസം. ഈ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായില്ലേ? കുറച്ച് ഇത്രയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അല്പം കത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇത് ഭയങ്കരമായിട്ടുള്ള തീയായിരുന്നു. രതീഷ്, ഈ ഫയർഫോഴ്സിന്റെ സേനയൊക്കെ തന്നെ ഇവിടെ കൃത്യമായി എത്തിയെങ്കിൽ പോലും ഈ തീ അണയ്ക്കുന്നതിന് വലിയ രീതിയിലുള്ള പരിമിതി ഉണ്ടായിരുന്നു. കാരണം ഇങ്ങോട്ടേക്ക് ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾ എത്തിക്കുന്നത് അത്ര. ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ, ജിവിൻ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ ഏറെ മണിക്കൂർ ആ ഒരു മേഖലയാകെ തീപിടുത്തമാണ്. നമുക്കറിയാമല്ലോ, കാട്ടിൽ തീ പിടിച്ചാൽ, വനമേഖലയിൽ പ്ലാന്റേഷൻ മേഖലയിൽ തീ പിടിച്ചാൽ വളരെ വേഗത്തിൽ അത് വ്യാപിക്കും. അവിടെ ജനവാസ മേഖല അല്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് പറയാം. എങ്കിലും എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത്? എത്ര വലിയ നാശമാണ് ഉണ്ടായത്? എത്ര മേഖലയിൽ ആ തീപിടുത്തം ഉണ്ടായത്? അതിൻ്റെ വ്യാപ്തി എന്താണ് എന്ന് അവിടെയുള്ള ആളുകളുമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? രതീഷ്, ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 1:30 മണിയോട് കൂടിയാണ് ഈ തീപിടുത്തത്തിന്റെ ആരംഭം. ആ ഒരു സമയത്തായിരുന്നു. കാരണം ഈ കാണുന്ന പ്ലാന്റേഷന്റെ ഈ എണ്ണപ്പനകളുടെ ഒക്കെ തന്നെ ഓലകൾ പല സ്ഥലത്തും കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. എല്ലാം ഉണങ്ങിയ അവസ്ഥയിലാണ്. കാരണം ഈ പുനലൂർ ഒരു മേഖലയിൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓലയും ഇവിടെയുള്ള അടിക്കാടും ഒക്കെ തന്നെ ഏകദേശം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്താണ് ഇവിടെ കൂട്ടിയിട്ടിരുന്ന ഈ എണ്ണപ്പനകളുടെ ഓലയ്ക്കിടയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ തീ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് 1:30 മണിയോട് കൂടിയാണ്. തുടർന്ന് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ തൊഴിലാളികളുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ പുനലൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘമൊക്കെ തന്നെ എത്തുന്നു. ആ ഒരു ഘട്ടത്തിൽ ആ ഒരു ആദ്യത്തെ 1:30 മണിക്കുണ്ടായിരുന്ന ആ ഒരു തീയൊക്കെ തന്നെ ആ സമയത്ത് അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചുവെങ്കിൽ പോലും പിന്നീട് ഈ ഓലകൾക്കിടയിൽ കൂടി പടർന്ന തീ ആളി കത്തുകയായിരുന്നു. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഈ പ്ലാന്റേഷന്റെ ഈ മരങ്ങൾ പോലും, അതായത് മരങ്ങൾ നിന്ന് കത്തുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു സമയത്തുണ്ടായത്. അത് ഏകദേശം ഒരു 4 മണിയോട് കൂടി. കാരണം ഈ 1:30 മണിക്ക് ഈ തീപിടുത്തം ആരംഭിക്കുന്നു, പിന്നീട് കുറച്ച് നിയന്ത്രണ വിധേയമാകുന്നു. പക്ഷേ ഒരു 4 മണിയോട് കൂടിയാണ് ഇത് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ തീ വലിയ രീതിയിൽ പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എണ്ണപ്പനകൾ പൂർണ്ണമായി കത്തുന്നു. അതിനുശേഷം ഏകദേശം ഒരു 6 മണി 7 മണിയോട് കൂടി സമീപത്തുള്ള ഇവിടെ ഏകദേശം 70 ഹെക്ടറോളം
ഭൂമി കത്തി നശിച്ചു എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നാളെയോടുകൂടി മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. വനംവകുപ്പിന്റെയും അതുപോലെ തന്നെ ഈ ഓയിൽ ഫാമിന്റെ അധികൃതരുടെ ഭാഗത്ത് നിന്ന് നാളെ മാത്രമേ വ്യക്തമായി കണക്ക് ലഭിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു 6 മണിയോട് കൂടിയാണ് സമീപത്തുള്ള മാഞ്ചിയം പ്ലാന്റേഷനിലേക്ക് ഈ തീ പടർന്നത്. അവിടെയാണ് വലിയ രീതിയിലുള്ള കാടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 36 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു പ്രദേശത്തെ ചൂടെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ അടിക്കാടുകളും ചെറിയ മരങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായി ഉണങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും എല്ലാം പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അവിടെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതെല്ലാം പലതും ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് കണ്ടുനിന്ന നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. പക്ഷെ ഒരു ആശങ്കയുടെ സാഹചര്യം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ഈ മാഞ്ചിയം പ്ലാന്റേഷൻ കത്തി തുടങ്ങി അത് വലിയ രീതിയിൽ ആ ഒരു വനമേഖലയാകെ കത്തിയ സമയത്ത് അതിന്റെ തൊട്ടപ്പുറത്ത് ഈ മാഞ്ചിയം പ്ലാന്റേഷന്റെ മറുവശത്ത് എന്ന് പറയുന്നത് അവിടെ ജനവാസ മേഖലയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ തീ എത്തുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഉണ്ടായിരുന്നത്. തുടർന്നാണ് പല പ്രദേശങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർ എഞ്ചിൻ പോലും ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായത്. പക്ഷേ ഈ ഫയർ എഞ്ചിനുകൾ വലിയ വണ്ടികളാണ്. അപ്പോൾ ഇതിന് ഈ ഒരു വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനൊക്കെ തന്നെ വലിയ പരിമിതികളുണ്ടായിരുന്നു. ഈ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഏറെ ശ്രമപ്പെട്ടാണ് ഈ തീ മറ്റു മേഖലയിലേക്ക് പടരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തു. എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ വഴികൾ മാത്രമാണ് ഈ ഒരു പ്ലാന്റേഷന്റെ ഉള്ളിലേക്കുള്ളത്. ഇവിടെ നിന്ന് വനമേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വഴിയും ഇല്ല. അതുകൊണ്ട് തന്നെ ഏറെ പ്രയാസപ്പെട്ടാണ് അവർ ഈ ഒരു തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കും. എന്തായാലും ചെറിയ രീതിയിലെ കനലുകൾ ഇപ്പോഴും പല പ്രദേശത്തുമുണ്ട്. പ്രത്യേകിച്ച് ഈ കാണുന്ന മലയുടെ അപ്പുറത്തെ സൈഡിലൊക്കെ തന്നെ ചെറിയ തോതിൽ തീ ഇപ്പോഴും ഉണ്ട്. കനലുകൾ കിടക്കുകയാണ്. അതുകൊണ്ട് ചെറിയ പ്രദേശമല്ലല്ലോ, ഇതൊരു ചെറിയ പ്രദേശമല്ല. ഇപ്പോൾ കടയ്ക്കലിന്റെ ഒരു ഭാഗം, മറുഭാഗത്ത് അഞ്ചൽ, കടയ്ക്കലും അഞ്ചലും തമ്മിൽ തന്നെ നല്ല ദൂരമുണ്ട്. ഈ കടയ്ക്കലിനും അഞ്ചലിനും ഇടയിലെ ചെണ്ടപ്പേട്ട അടക്കമുള്ള പ്രദേശം, അവിടെ നിന്ന് കുളത്തൂപ്പുഴയിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം, അവിടെ ഈ വലിയ എണ്ണപ്പരത്തോട്ടമാണ്. സമീപത്ത് ഫോറസ്റ്റ് ഉണ്ട്, സർക്കാർ ഭൂമിയുണ്ട്. ജനവാസ മേഖല അല്ലാത്തതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവായി എന്നല്ലേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. വേണ്ട ക്രമീകരണങ്ങൾ, ഇപ്പോൾ വേനലിൽ വലിയ ചൂടാണ് പുല്ലൂർ മേഖലയിലാകെ അനുഭവപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായി കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലായിരുന്നു ആ തോട്ടത്തിലെ പുല്ലും മറ്റും. സ്വാഭാവികമായും സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങളും മുൻകരുതലും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ ക്രമീകരണങ്ങളും മുൻകരുതലും ഒക്കെ ഉണ്ടായിരുന്നോ? അക്കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? എത്രത്തോളം വലിയ ദുരന്തമാണ് ഒഴിവായത്? രതീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ ജനവാസ മേഖല അല്ല. അതുകൊണ്ട് മാത്രമാണ് വലിയൊരു ദുരന്തം ഇവിടെ ഉണ്ടാകാതെ പോയത്. അതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത്. കാരണം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ കുളത്തുപുഴ, ഈ കട്ടച്ചിറ എന്ന് പറയുന്ന ഈ ഒരു ഓയിൽ ഫാം ഇരിക്കുന്ന പ്രദേശം, ഇവിടെ ഹെക്ടറോളം അല്ലെങ്കിൽ ഏക്കറുകളോളം, ആയിരക്കണക്കിന് ഏക്കറോളം ഈ ഒരു എണ്ണപ്പന പ്ലാന്റേഷനാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ചുറ്റുമെന്ന് പറയുന്നത് ഒരു വശത്ത് മാത്രമാണ് ചെറിയ രീതിയിൽ ജനവാസ മേഖലയുള്ളത്. മറ്റ് ഈ പൂർണ്ണമായും ചുറ്റപ്പെട്ട് കിടക്കുന്ന വലിയൊരു വനമാണ്. അപ്പോൾ ഈ ഒരു വനമേഖലയിലേക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്കേഷ്യ പ്ലാന്റേഷനൊക്കെ ഉള്ളത്. അവിടെ ഈ പുനലൂർ ഭാഗത്തുള്ള ചൂട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. 36 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായുള്ള ഇവിടുത്തെ ചൂട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല മരങ്ങൾ, ഈ ചെറിയ കാടുകളൊക്കെ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം, ചെറിയ ഈ ഇലച്ചെടികൾ തൊട്ട് വളരെ വലിയ മരങ്ങൾ പോലെ അതിൻ്റെ ഇലയൊക്കെ കൊഴിച്ച് വളരെ രീതിയിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അതുകൊണ്ട് ചെറിയൊരു തീ വീണാൽ തന്നെ ഇതെല്ലാം തന്നെ പൂർണ്ണമായി കത്തി നശിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു വനമേഖലകളിൽ, പ്രത്യേകിച്ച് ഈ ഒരു സൈഡിലൊക്കെ തന്നെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് ഈ ഒരു ചെറിയ, അതായത് നേരത്തെ ജീവനക്കാരൊക്കെ പറഞ്ഞത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യഘട്ടത്തിൽ തീ പിടിക്കുന്നത് ഇവിടെ കൂട്ടിയിട്ടിരുന്ന ഈ എണ്ണപ്പനകളുടെ ഇലകളാണ്. ഈ ഇലകൾ കൂട്ടിയിട്ടിരുന്ന ഭാഗത്താണ് ആദ്യമായി തീ കണ്ടത്. അതുപോലെ അവരൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, ആരെങ്കിലും മനഃപൂർവ്വം തീ ഇട്ടതാണോ എന്നുള്ള ഒരു കാര്യം കൂടി, ആ ഒരു ആശങ്ക കൂടി ഇപ്പോൾ എന്തായിരുന്നാലും ജീവനക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് അറിയാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ആരെങ്കിലും മനഃപൂർവ്വം തീയിട്ടതാണോ എന്നുള്ള ഒരു കാര്യം കൃത്യമായി അന്വേഷിക്കുമെന്ന് പറയുന്നു. അതുപോലെ നേരത്തെ രതീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഇത്രയും ചൂടുള്ള ഒരു സ്ഥലമാണ്, ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു സ്വകാര്യ മേഖല സ്ഥാപനമാണ്. ഈ ഒരു സ്ഥാപനത്തിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരു അന്വേഷണത്തിൽ ഉണ്ടാകും. എന്തായാലും നാളെ തന്നെ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന് സംബന്ധിച്ചിട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെയോട് കൂടി നമുക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. എത്രത്തോളം സ്ഥലമാണ് കത്തി നശിച്ചത്, ഈ പറഞ്ഞ ജനവാസ മേഖലയോട് അടുപ്പം ഏകദേശം ഈ അക്കേഷ്യ പ്ലാന്റേഷൻ ഒട്ടുമിക്ക ഭാഗവും അത് കത്തി നശിച്ചിട്ടുണ്ട്. ഏറെക്കുറെ ഈ ജനവാസ മേഖലയോട് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ആശകളൊക്കെ തന്നെ ഇനി പരിഹരിക്കേണ്ടതുണ്ട്. ഇനി ഒരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്തായാലും നാളെയോട് കൂടി തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്നും ഫോറസ്റ്റ് അധികാരിയുടെ ഭാഗത്തു നിന്നും ലഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 7-8 മണിക്കൂറെങ്കിലും എടുത്തു ഈ തീയെന്ന് നിയന്ത്രണ വിധേയമാക്കാൻ. അത്രയും സമയം ആശങ്കയുടെ മണിക്കൂറുകളാണ് കടന്നുപോയത്. ജനവാസ മേഖല അല്ല എന്ന് പറയുമ്പോഴും പൂർണ്ണമായി ജനവാസ മേഖല അല്ലാത്ത പ്രദേശമല്ല ഇത്. ജനവാസ മേഖലയ്ക്ക് നടുവിലുള്ള ഒരു പ്ലാന്റേഷൻ മേഖലയും ഒപ്പം ഫോറസ്റ്റ്
ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ്. മറുഭാഗത്തെല്ലാം ജനവാസ മേഖലയുള്ളതാണ്. പരിപൂർണമായി അങ്ങനെ ഫോറസ്റ്റ് ആണെന്ന് പറയാൻ കഴിയുന്ന സ്ഥലവുമല്ല. അവിടെ തീ ജനവാസ മേഖലയിൽ വ്യാപിക്കുമോ എന്ന വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ 7-8 മണിക്കൂറത്തെ അധ്വാനത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ജീബിനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.